1000 ഈസി പഴക്കമുള്ള ടെമ്പിളാണിത്. 2 ടെമ്പിളാണിത്, ഒരൊറ്റ ടെമ്പിളല്ല. 2 ടെമ്പിളിലും 2 ആചാര്യങ്ങളും അനുഷ്ഠാനങ്ങളാണ്. കാണുന്നു ഗൈസ് അമ്പലം. രാത്രി കാരണം ക്ലിയർലി പാമ്പ് ഗൈസ്. അങ്ങനെ നമ്മൾ സൈഡിലേക്ക് എത്തിക്കാണ്. ആനയുടെ വയറിന്റെ ഉള്ളിൽ നിന്നാണ് നീ പറഞ്ഞത് അല്ലേ? കൊള്ളാട്ടോ. കഥയല്ല, ചരിത്രങ്ങളാണ്. 12 പുരാതന ചരിത്രങ്ങളാണ് ഇതിൽ കൊത്തിവെച്ചേക്കണത്. അമ്പോ, ഇതെന്തൊട്ടാ ആനല്ലേ? ദാനിയ ഇത് നോക്കിയേ, ഇത് മറ്റേ സാധനല്ലേ, വരാകമൂർത്തി. ഏതൊരു ഇവിടെ വേറെ തലതായിട്ട് അവിടെ കണ്ട നിങ്ങള് വിഗ്രഹം. നടക്കറ നീ കൂടുതൽ വർത്താനം പറയാണ്ട്. ഓക്കെ ആവുമ്പോ മോനെ ഇവിടുന്ന് കിഡ് ഫോട്ടോ പൂച്ചാം. അവിടെ ഇറങ്ങിയ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുക. അവരവിടെ പറഞ്ഞു കൊടുക്കണ്ട്, ഗൈഡ് പറയണ്ട്, കൂട്ടത്തിൽ നിന്ന് കേക്കാം. ഈ ഒരു ഭാഗം പൊരിച്ചു. ഗൈഡ് എന്തോ പറയണ്ട്, കേക്കാം ഗൈസ്. His vehicle is elephant and they are also sitting on the elephant. They are fighting because Krishna has stolen this flower. It is very fragrant flower. ഇതിലോരോ കൊത്തുപണികൾ വിവരിക്കാണ്. വീണ്ടും മഴ പെയ്തു ഗൈസ്. അപ്പൊ നമ്മളിപ്പോ അവിടെ നിന്ന് ഇറങ്ങി അവിടെ തൊട്ടപ്പുറത്തുള്ള ഒരു ഗാർഡനിലേക്ക് പോവാണ് നമ്മൾ. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയ മ്യൂസിയം ഉണ്ട്, മറ്റേ ഈ ആർക്കിടെക്റ്റിന്റെ. വലിയ കാര്യമൊന്നുമില്ല. അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ചരിത്രം എനിക്കറിയാവുന്നത്. ഗാർഡനിലേക്ക് ഇറങ്ങുകയാണ് ഗൈസ്, ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ, ഇറങ്ങുകയാണ്. ഇതാണ് ബാക്ക് ഭാഗം. എങ്ങനെയുണ്ട് സീന്ന് പറഞ്ഞ സീന്. അവിടെ നിന്നൊക്കെ നോക്കുമ്പോ കിട്ടുന്ന വിഷ്വല് വേറെ ബോംബ. നമുക്കിനി ഇറങ്ങാം. ഒരു പ്രതിമ നാണല്ലാണ്ട് നിൽക്കുന്നുണ്ട്. മരം നോക്കി എന്തൊട്ടൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഗൈഡിനൊന്നും വെച്ചില്ല, നല്ല എമൗണ്ട് എന്ന് പറയണം മലയാളികളായി കാരണം. പിന്നെ വിക്കിപീഡിയയിൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ മൊത്തം ചരിത്രം പറയാൻ നമുക്കൊന്നും പറ്റില്ല ഗൈസ്. 1000 ഈസി പഴക്കമുള്ള ടെമ്പിളാണിത്. 2 ടെമ്പിളാണിത്, ഒരൊറ്റ ടെമ്പിളല്ല. 2 ടെമ്പിളിലും 2 ആചാര്യങ്ങളും അനുഷ്ഠാനങ്ങളാണ്. വിഷ്ണുവർദ്ധൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവാണ് ഈ ടെമ്പിള് ഉണ്ടാക്കിയെന്നാണ് പറയണത്. ശരിക്കും ഇത് ആരാണ് കൊത്തുപണി ചെയ്തതെന്നൊന്നും ആർക്കും അറിയില്ല. ഈ ബാക്കിൽ കാണുന്ന ഒരു വലിയൊരു തടാകം ഉണ്ട്. ഈ തടാകം ആള് സ്പോൺസർ ചെയ്തതാണ്. പിന്നെ അതേപോലെ പറയണത് സെല്ലേസ അങ്ങനെ പറഞ്ഞത്, സോറി ഗൈസ് ക്ഷമിക്കണം, ആ വർഗത്തിലുള്ള ആൾക്കാർ താമസിച്ചിരുന്നു. അവരിൻ്റെ കാലഘട്ടത്തിൽ പണിഞ്ഞിട്ടുള്ളതാണ്. ഏകദേശം ഒരു 1500 ഇതേപോലത്തെ ടെമ്പിൾ പണിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ടെമ്പിളാണ് കുറച്ചും കൂടിയും സ്പെഷ്യലായിട്ടുള്ളതാണെന്ന് പറയണത്. പിന്നെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1800 സംതിങ് കാലഘട്ടത്തിലാണ്, ഈസി കാലഘട്ടത്തിൽ അങ്ങോട്ടാണ് ബ്രിട്ടീഷുകാരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഈ അന്നത്തെ സെൻസസിൽ ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ കുറച്ച് ഫോട്ടോസും ഇതൊക്കെ ഇപ്പോൾ ഗൂഗിളിൽ നോക്കി കിട്ടും. അന്ന് പുനരുദ്ധാരണം നടത്തിയിട്ടാണ് ഇപ്പോൾ ഉള്ള ഒരു ലെവലിൽ ഇത് നിൽക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഈ ഒരു അമ്പലത്തിൻ്റെ 100ൽ ഒരു 20% നശിച്ചിട്ടുണ്ട്. ഇനി ഒരു 80% കൂടി നശിക്കാനുള്ളൂ. എന്ന് വെച്ചാൽ മൊത്തമായിട്ട് നശിച്ചിട്ടൊന്നുമില്ല.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ചെറിയൊരു ചരിത്രം എന്ന് പറയാനായിട്ട്. നന്നായി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിക്കിപീഡിയയിൽ നോക്കാം. പിന്നെ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഭക്തിയുള്ളവർക്ക് ഈ അമ്പലം കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന ഫീല് ഞാനൊന്നും പറയണില്ല. ഭയങ്കരമായിട്ടുള്ള എനർജി കിട്ടും, ഭയങ്കര പോസിറ്റീവാണ് ഇവിടെ. പിന്നെ ഈ കൊത്തുപണി കാണണം ഗൈസ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ വിശേഷം. വേറെ സ്ഥലങ്ങളിലേക്ക് പോകണമെന്നുണ്ട്, സമയം ടൈം പോകാൻ. മഴ പെയ്തോട് കൂടിയാക്കുക സീനായി ഗൈസ്. അപ്പോൾ ഈ വീഡിയോയുടെ വെച്ച് നിർത്താണ്, ഇനി അടുത്ത സ്ഥലത്ത് പോയിട്ട് കാണാം ഗൈസ്. പിന്നെ പറയാൻ വിട്ട പോയൊരു കാര്യമുണ്ട്. 12 ഹിന്ദു സംസ്കാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്നെന്തോ ചരിത്രങ്ങളൊക്കെയാണ് ഈ അമ്പലത്തിൻ്റെ പുറത്ത് കൊത്തി വെച്ചിരിക്കുന്നത്. ആ പുറത്തിനെ ഓരോ സെക്ഷൻ ആക്കിയിട്ടാണ് അവർ വെച്ചേക്കണത്. ചെമ്മരിനെ ഓരോ സെക്ഷനിലെ ചെമ്മരങ്ങൾക്കും ഓരോ അനുഷ്ഠാനങ്ങളാണ് അവർ ചെയ്തേക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രങ്ങളാണ് ചെയ്തെടുക്കുന്നത്. രാമായണം അങ്ങനെ കുറേ സംഭവങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ ഗൈസ്. അവിടുന്ന് ഒരു 6:30 ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ യുനെസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള അതേ മോഡലിലുള്ള വേറെ ടെമ്പിളിലേക്ക് വന്നൊക്കെയാണ്. ഇത്ര നേരെ എത്താം, ഒരു 3/4 മണിക്കൂർ എടുത്ത് വരാനായിട്ട്. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. ഇരുട്ടായ കാരണം എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് അറിയില്ല, എന്നാലും പരമാവധി എടുക്കാം. നല്ല വലിയ മതിലാട്ടാ. എന്താ ഇതും കയറണ തന്നെയാന്ന് തോന്നുന്നുണ്ട്. എന്തോ വലിയ വാതിലാ. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, പറ്റുകയാണെങ്കിൽ എടുക്കാം ഗൈസ്. കാണുന്നു ഗൈസ് അമ്പലം. രാത്രി കാരണം ക്ലിയർലി രക്ഷയില്ലാട്ടാ. ഇതും സെറ്റാ. ഇതും അമ്പലം തന്നെ. അമ്പലം പണിഞ്ഞുള്ള ആൾക്കാർ പണിഞ്ഞുള്ളതെന്ന് തോന്നുന്നുണ്ട്. ഇത് നല്ല വിസ്തീർണം ഉണ്ടല്ലേ. മനുഷ്യന്മാരല്ലാണ്ട് പിന്നെ അതാരാ ഏലിയനെ വന്ന് ചെയ്തേക്കണ? ഞാനടാ വന്ന് ചെയ്ത് കഴിഞ്ഞ ജന്മത്തിൽ എന്ത് സെയിം ആ അമ്പലം തന്നെ, അമ്പലത്തിന്റെ പോലെ തന്നെ ഫുൾ സെറ്റപ്പ്. ഉള്ളില് പൂജ നടക്കണ്ട് ഗൈസ്. നമുക്ക് കൊത്തുപണിയൊക്കെ നോക്കാം, കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ. രാത്രി കാരണം അധികം വിഷ്വല് കിട്ടില്ല ഗൈസ്. വാവ്, പാമ്പ് ഹേ. ഗൈസ് ഇതാണ് അമ്പലം. ചെറുതായിട്ട് കിടക്കാൻ പറ്റുള്ളൂ. സെറ്റ്. നീ ഇവിടെ നോക്കിയേ. ആ ഇവിടെ നോക്കിയേ. പക്ഷെ അത് ഉച്ചക്ക് വരണായിരുന്നു കേട്ടോ. എന്റെ മോനെ, ഇത് മറ്റേ മണ്ഡപാണ്. അത് മണ്ഡപാ. അമ്പലത്തില് തോഴിമാര് വന്ന് ഡാൻസ് കളിക്കുന്ന സ്ഥലം. ഇതില് കൊത്തുപണികള് കുറവാണ്. ഇത് ഇത്തിരി വേറെ രീതിയിലാണ് ചെയ്തേക്കണം. പക്ഷെ സെയിം ആ അമ്പലത്തിന്റെ അതേ മൂഡ് തന്നെയാണ്. ആൾക്കാർ തന്നെ പണിഞ്ഞിണ്ടാവുക. കുണുകുണു ആര് പറയണ്? തള്ളം തൊട്ടാ ഞാൻ എനിക്കറിയണതാ പറയണ. അമ്പോ അമ്പലത്തിന്റെ പേരൊന്നും പറ. ഉൻസോ യുനെസ്കോ. ഈ മോനെ ഈ ഭാഗം ചേതറി. കാലത്താണെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നില്ല. ഇത് കുറച്ച് കാണാണ്ട്. ഇത് ഭയങ്കര വലിയ അമ്പല മറ്റേനേക്കാളും. പക്ഷെ മണ്ഡപം നോക്കിയേ. ഇതെന്തുടാ? ഏത്? ഇത് 1000 കാല് മണ്ഡപം എന്നല്ലേ? ഇത് കണ്ടിട്ട് 1000 കാല് തോന്നുന്നുണ്ട് നിങ്ങക്ക്?
എങ്ങനെയുണ്ട് ഗൈസ്? എന്തേലും പറയും നിങ്ങള് അറിയാലോ എന്തേലും പറയണ്ട. ഞാൻ പൊട്ടാനായിട്ട് നിക്കാലേ. എങ്ങനെയുണ്ട് മമ്മി? നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരും കേക്കണില്ല ഗൈസ്. ഞാൻ നാണം കിട്ടും. ഇവ എങ്ങനെയാ മിണ്ടിക്കഴിഞ്ഞാ പിന്നെ എനിക്ക് പിന്നെ വീഡിയോ എടുക്കണ്ടേ, എന്റെ പ്രേക്ഷകരനെ കാണിക്കണ്ടേ. എന്റെ മെയിൻ ലക്ഷ്യം അതാണ്. വീഡിയോ എടുക്കണ്ടെന്ന് കാൽപ്പാതാണ്. ഇത്ര വലുതാ. നിങ്ങൾ തൊട്ടെന്നറിയില്ല വെച്ചോ. അവരിപ്പം നമ്മളോട് ചോദിക്കാം അങ്ങോട്ട് അടിച്ചാ അവിടെ എന്തൊക്കെയുണ്ട് വെള്ള. അത് ഡോണ്ട് ടച്ച് എന്നാ. ചിരിച്ചിട്ട് സംസാരിക്കാനാന്ന് തോന്നുന്നുണ്ട്. ഇതെന്തുട്ടാ? ഇത് നോക്ക്, ഇത് മറ്റേനാട്ടും വലിയ അമ്പല. പക്ഷെ മറ്റേന്റെ അത്ര കൊത്തുപണികളില്ലേ. നല്ല ചുറ്റളവ് നന്നായിട്ടുണ്ട് അല്ലേ? നിങ്ങക്കെന്താ ഗൈസ് കണ്ട ഈ കണ്ട ഇതെന്തൊരു പാറല്ലേ? പാറ നടുക്കില് മരം. ഇതൊക്കെ എങ്ങനെയല്ലേ വെക്കണ? എന്താന്ന് വാട്ട് ല്ലടാ പറയാൻ പാടില്ലേ? പിന്നെ ഗൈസ് ചരിത്രം സെയിം, രാജാവ് സെയിം, വർഷം ഒക്കെ സെയിം ആണ്. എത്ര 103 വർഷം എടുത്തിട്ടാണ് ഇത് പണിഞ്ഞെന്ന് പറയണത്. പക്ഷെ എന്താ ചെയ്യാലേ? ഒക്കെ സെയിം ആണ് ഗൈസ്, എല്ലാം സെയിം ആണ്. ആ സെയിം രാജാവാണ് പണിഞ്ഞേക്കണത്. സെയിം ചരിത്രം കാര്യങ്ങളൊക്കെയാണ്. ബാക്കി ഫുൾ ഡീറ്റെയിൽ അറിയണമെങ്കിൽ വിക്കിപീഡിയ തപ്പു ഹേ. അപ്പോൾ നമ്മളിവിടെ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പോൾ രാത്രി എടുത്ത കാരണം വിഷ്വൽ അങ്ങോട്ട് രസമായിട്ടില്ല, എനിക്കങ്ങനെ ഇഷ്ടമായിട്ടില്ല. പിന്നെ ഇവിടുന്ന് ഒരു 5 മണിക്കൂർ ട്രാവലുള്ള കാരണമാണ് നമ്മൾ ഇത്ര ലേറ്റ് ആയത്. അത് കാരണം നമ്മളിപ്പോൾ ഈ 2 സ്ഥലമാണ് കയറിക്കോ ലേറ്റ് കത്തേ അവിടെ. അതുകൊണ്ട് ഈ 2 സ്ഥലമാണ് കവർ ചെയ്യണത്. ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ഒരു 2 അമ്പലം കൂടി, 1 അമ്പലം കൂടി ബാക്കിയുണ്ടായിരുന്നു, അത് എടുക്കാൻ പറ്റിയില്ല. തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. 1 മിനിറ്റ്. അങ്ങനെ നമ്മുടെ ബാംഗ്ലൂർ ട്രിപ്പിന് ഒരു വിരാമമായി ഗൈസ്. ഇത്ര നമ്മൾ ചെയ്തിട്ടുള്ള നന്ദി ഹിൽസ് പോയി, പിന്നെ വേറെ 2 അമ്പലം 3 അമ്പലം പോയി. ഫ്രണ്ട് ക്യാമറ സീനാണ് ഗൈസ്. നല്ലത് എന്താണ് ഇത് ക്ലിയർ ഇല്ലാത്ത വിഷമായി. അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ള ഗൈസ്. അപ്പൊ അടുത്ത ട്രാവൽ വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ബൈ പറയടാ.